നമ്മളിപ്പോ സാധനയുടെ ഭാഗമായിട്ട് വളരെ മുന്നേ അല്ലാതെയും നമ്മൾ ഒരുപക്ഷെ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞാല് കുംഭമേള, കാശി, മൂകാംബിക, തിരുവണ്ണാമല, മധുര, കേദാർനാഥ്, ബദ്രീനാഥ്, ഈ പറഞ്ഞാല് നമ്മുടെ ചുറ്റിലുള്ള ഒരുപാട് അമ്പലങ്ങൾ, മാടായിക്കാവ്, അതുപോലെ ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട്. ഇപ്പോ പിന്നെ പ്രവീണടം പൂജ കഴിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് അമ്പലങ്ങൾ. ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ എനർജി ഫീൽ ചെയ്തിട്ടുള്ളത് എവിടെ നിന്നാണ്? എനിക്ക് ഏറ്റവും കൂടുതൽ എനർജി ഫീൽ ചെയ്ത അല്ലെങ്കിൽ കാശിയിലെ അതേ ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ഈ ശിവന്റെ അമ്പലം എന്ന് പറയുന്നത് ശ്രീകണ്ഠേശ്വരം, തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രമാണ്. ഞാൻ ശിവാനുഭവം എന്ന് പറയുന്നത് ഏറ്റവും പരിപൂർണമായിട്ട് അനുഭവപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ശ്രീകണ്ഠേശ്വരം. അത് ഒരുപാട് ശിവക്ഷേത്രങ്ങളില് ശാന്തി കഴിച്ചും ദർശനം നടത്തിയുള്ള ഒരു അനുഭവം വളരെ വ്യത്യസ്തമാണ്. എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഈ ഒരു ശിവാനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ചെറിയ ശിവന്റെ അമ്പലത്തിലാണെങ്കിൽ പോലും ആ ശിവക്ഷേത്രങ്ങളിലെ എനർജിയുടെ ലെവല് ഭയങ്കര കൂടുതലാണ്. അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ശിവൻ അല്ലെങ്കിൽ ആ ശിവാനുഭവം എന്ന് പറയുന്ന തന്ത്രത്തിൽ ഏറ്റവും മനോഹരമായിട്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ശിവാനുഭവം. എനിക്ക് മനസ്സിലായ അറിയുമ്പോൾ ശ്രീകണ്ഠേശ്വരത്തെ ഏറ്റവും കൂടുതൽ പോകുന്നോണ്ടാണോ എന്ന് അറിയുന്നത്. ഇപ്പൊ ഏതൊരു ശിവന്റെ അമ്പലത്തില് ചിലപ്പോ അറിയാതെ ദേവിയുടെ അമ്പലത്തിൽ പോലും ചെന്ന് നിന്നിട്ട് അറിയാണ്ട് അങ്ങനെപ്പാ തന്നെ നമ്മൾ വിളിച്ചു പോകുന്ന വെച്ചാൽ ആ ഒരു ശ്രീകണ്ഠേശ്വരൻ അത്രത്തോളം നമ്മള് ചേർന്നിരിക്കുന്നു. ശ്രീകണ്ഠേശ്വരൻ അത്രത്തോളം നമ്മളിലേക്ക് ഇഴുകി ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ തിരുവനന്തപുരത്തുള്ള ഓരോ വ്യക്തികളിലും ഈ ശ്രീകണ്ഠേശ്വരനുണ്ട്. അതാണ് പത്മനാഭനോളം തന്നെ മാഹാത്മ്യമുള്ള ക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വരൻ. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഏറ്റവും നിർമ്മാല്യത്തിന് ഏറ്റവും അമ്പലമാണ്. ചിലപ്പോൾ പക്ഷെ പത്മനാഭൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിർമ്മാല്യത്തിന് ആള് വരുന്ന സ്ഥലവും ശ്രീകണ്ഠേശ്വരായിരിക്കും. ഞാൻ